നല്ല റെസ്പോൺസാണ് നമുക്ക് കിട്ടുന്നത്. കാരണം നമ്മൾ ഓരോ ആൾക്കാരിലേക്ക് എത്തുമ്പോഴും അവർ പ്രതീക്ഷിച്ചിരുന്ന ഒരു മാറ്റമുണ്ട്. അപ്പോൾ ആ മാറ്റം വരുന്നുള്ള വിശ്വാസത്തിൽ വളരെ നല്ല റെസ്പോൺസാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ശക്തമായി തന്നെ മുന്നോട്ട് പോവുകയാണ് നമ്മളെല്ലാവരും. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ശബരി ചേട്ടൻ ഉൾപ്പെടെ വരുന്ന ഒരു സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം പിടിക്കാൻ പറ്റുക എന്നുള്ളത് തന്നെ വളരെ വലിയ ഭാഗ്യമാണ്. പിന്നെ ഈ ഒരു പ്രായത്തിൽ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ നിന്ന് നമ്മളൊരു തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ ഉള്ളൊരു മാറ്റങ്ങളുണ്ടല്ലോ, അത് തികച്ചും ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം ഇതെല്ലാം നമ്മുടെ പേഴ്സണലി അറിയാവുന്ന ആൾക്കാർ തന്നെയാണ്, എൻ്റെ സ്വന്തം വാർഡാണ്. അപ്പോൾ നമ്മൾ ഇത്രയും നാൾ കണ്ട പോലെ അല്ല, ഇപ്പോൾ അപ്രോച്ച് ചെയ്യുന്ന രീതി വേറെയാണ്. കാരണം നമ്മളൊരു സ്ഥാനാർത്ഥിയാണല്ലോ, അപ്പോൾ അതിൻ്റെ ഒരു വ്യത്യാസം ഉണ്ട് എന്നുള്ളതേ ഉള്ളൂ. നമ്മൾ മെയിനായിട്ട് ചോദിക്കുന്നത് എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ട് എന്നുള്ളതാണ്. അവർക്ക് ഉള്ള പരാതികൾ അല്ലെങ്കിൽ അവർക്ക് അവരുടെ ആവശ്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞ് അതിനോടാണ് നമ്മൾ ഒരു അപ്രോച്ച് ഇടുന്നത്. ഇപ്പോൾ നമുക്കിവിടെ വൃത്തിയില്ലാണ്ട് കിടക്കുന്ന കുളങ്ങളുണ്ട്, അപ്പോൾ വഴിയില്ലാത്ത കുളമുണ്ട്, പിന്നെ കുണ്ടും കുഴിയായിട്ട് കിടക്കുന്ന സബ് റോഡുകളുണ്ട്. നമുക്കറിയാം സാധാരണക്കാരായ ജനങ്ങൾ ജീവിക്കുന്നതും അവർ താമസിക്കുന്നതും തേടി കണി കണ്ട് ഉണരുന്നതും എല്ലാം ഈ സബ് റോഡുകളാണല്ലോ. അപ്പോൾ അവരിലേക്ക് നമ്മൾ എത്തുകയാണ്. കാരണം മെയിൻ റോഡുകൾ മാത്രം കേന്ദ്രീകരിച്ച് വർക്ക് ചെയ്താൽ പോരല്ലോ, സബ് റോഡുകൾ സാധാരണക്കാരിലേക്കും കൂടെ എത്തണം. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്, തെരുവ് നായ ശല്യമുണ്ട്, അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. സ്ട്രീറ്റ് ലൈറ്റ് കത്താത്ത വഴികളുണ്ട്, പിന്നെ കുടിവെള്ളത്തിൻ്റെ ബുദ്ധിമുട്ടുകളുണ്ട്, വേസ്റ്റ് മാനേജ്മെൻറ്റ് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം ഒരു പരിഹാരം എന്നുള്ള രീതിക്കാണ് നമ്മൾ അവരെ അപ്രോച്ച് ചെയ്യുന്നത്.